അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, കീഴ്ഘടകത്തിലുള്ളവർക്ക് ഏറ്റവും സ്വതന്ത്രമായും നിർഭയമായും അഭിപ്രായങ്ങൾ പറയാം എന്നുള്ളതാണ്. എന്നിട്ടിപ്പോൾ എന്തായി? തേങ്ങ എത്ര അരച്ചിട്ട് എന്താ താളല്ലേ കറി എന്ന് ചോദിക്കുന്നത് പോലെയല്ലേ അതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പോൾ പുറത്തു പോയ രണ്ടുപേരെ കൊണ്ട് വീണ്ടും ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നിട്ട് ഇതൊരു തെറ്റായ എക്സസൈസാണ് ഇവിടെ നടക്കുന്നത്, ഇതിൽ കഴമ്പില്ല, ഇതൊരു വഞ്ചനാപരമായ കാര്യമാണ് എന്ന് വീണ്ടും വീണ്ടും പറയിക്കുന്നത് അതുകൊണ്ടല്ലേ. അല്ലാത്ത പക്ഷം അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും അവരെ കേൾക്കാൻ ആളുകളുണ്ട്, അത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാൻ ആളുകളുണ്ട്, അതിൽ പറയുന്നതിൽ കഴമ്പുണ്ടെന്നുള്ളതാണ്. കാസർഗോഡ് നിന്നുള്ള അംഗമാണ് പറഞ്ഞിരിക്കുന്നത് 75 പേരുള്ള മണ്ഡലം കമ്മിറ്റിയിലെ 72 പേരും PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തിരുന്നു, എന്നിട്ടും അവർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളത് സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് കാസർഗോഡ് നിന്നുള്ള ഒരു അംഗമാണ്. ഇത്തരം പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അപ്പോഴും സംഘടനാപരമായി ഇത്രയും എക്സസൈസ് നടത്തിയിട്ടും CPIഎമ്മിൻ്റെ സംഘടനാപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് എന്താണ് വീഴ്ച, ആർക്കാണ് വീഴ്ച പറ്റിയത്, എവിടെയാണ് പരിഹരിക്കേണ്ടത്, ഇങ്ങനെയില്ല. തൊട്ടു തൊടാതെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച പറ്റി, പാളിച്ചകളുണ്ടായി, അത് ഏറ്റു പറഞ്ഞിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി. ഇങ്ങനെയല്ലേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കാണ്. അതുകൊണ്ടാണ് TK ഗോവിന്ദൻ വന്ന് ഇവിടുന്ന് പത്രസമ്മേളനത്തിൽ. എങ്ങനെ അത് ശരിയാവും? ഞങ്ങൾ ഈ പറയുന്നത് പോലെ 75 പേരിൽ 72 പേരും ഇതിനെ എതിർത്ത് സംസാരിച്ചിരുന്നു, 3 പേർ മാത്രമായിരുന്നു അനുകൂലിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഒറ്റപ്പേരിലെത്തി? PK ശ്യാമള എന്നുള്ള ഒറ്റപ്പേരിലെത്തിയിരിക്കുന്നു. ആ ഒറ്റപ്പേര് നിർദ്ദേശിച്ചതാര് എന്നുള്ളതാണ് ചോദ്യം. അത് ഇനിയെങ്കിലും KK രാഗേഷ് അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറയണം. ഇനിയെങ്കിലും അത് പറയൂ, ആർക്ക് വേണ്ടിയാണ് ആ പേര് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതായിരുന്നു അതിൽ നിർണായകമായ ചോദ്യം. വീണ്ടും അയ്യപ്പ സംഗമത്തിൽ അടക്കം ചില കാര്യങ്ങൾ പിഴച്ചുപോയി എന്ന് പാർട്ടി ഏറ്റു പറയുന്നു സ്വയം വിമർശനമായി. ഇന്നും TK ഗോവിന്ദൻ വന്നിട്ടുള്ള ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. അവിടെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചു, അതൊരു കാര്യം. പക്ഷെ ആ സന്ദേശം ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിനോട് പോയി ചോദിക്കണമല്ലോ, അല്ലെങ്കിൽ ഇത് കാര്യം ആവശ്യപ്പെടണമല്ലോ, ഈ സന്ദേശം എഴുതി തരാൻ. അതാരാണ് ഇത് ആവശ്യപ്പെട്ടത്? അപ്പം അത് വായിച്ചത് തെറ്റായിപ്പോയി എന്ന് പാർട്ടി പറയുന്നു. അപ്പോൾ ഇത് ആരാണ് ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്? ഇത് പോയി അങ്ങോട്ട് ചോദിക്കണമല്ലോ, അല്ലാതെ ഇത് തരില്ലല്ലോ. അപ്പോൾ അത്തരം കോറായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതും കൂടി അഡ്രസ്സ് ചെയ്യണം. അല്ലാതെ ഇന്ന് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിലും വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നതിൻ്റെ മൂർച്ച പോരാ എന്നുള്ളൊരു വിമർശനം എഴുതി വെക്കുന്നു. മറ്റൊന്ന്, സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സമ്മതിച്ചു എന്നുള്ളത് എഴുതി വെക്കുന്നു. മറ്റൊന്നെന്തായിരുന്നു? മൂന്നെണ്ണം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ഒരു കാര്യം കൂടിയുണ്ട്. ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ട്. അതൊക്കെ പെരിഫറലായിട്ടുള്ള ചില, ഇത് അത്രയുള്ളതും പോസിറ്റീവായ കാര്യം തന്നെയാണ്. പക്ഷെ ഇത്തരം പെരിഫറലായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി വെക്കുന്നത്. അപ്പോഴും വെള്ളാപ്പള്ളി ഞാൻ പറഞ്ഞു. അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ ഒന്ന്, പിന്നെ സ്ഥാനാർത്ഥി നിർണയം പാളിയത് മറ്റൊന്ന്, പിന്നെ നടപടി സ്വീകരിക്കാത്തത് പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തത്, അങ്ങനെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എഴുതുന്നു. അപ്പോഴും ഇവിടെയൊക്കെ ആര് തീരുമാനമെടുത്തതിൽ ആർക്കാണ് ഇവിടെ വീഴ്ച പറ്റുന്നത്, എന്താണ് വീഴ്ച എന്നുള്ളത് ഈ പെരിഫറലായി തൊട്ടു തൂവി പോകുന്നതല്ലാതെ ഇതിൻ്റെ കോറായിട്ടുള്ള ഒരു കാരണത്തിലേക്ക് ഇപ്പോഴും അവരെത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, അതായത് ഇവർ തിരിച്ചുവരവിൻ്റെ പാതയിൽ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും തോന്നിക്കുന്നത് ഇത്തരം തിരുത്തലുകൾ കൂടി വരുത്തുന്നത് കൊണ്ടാണ്.